നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കുട്ടികൾക്കെതിരായും സ്ത്രീകൾക്കെതിരായുമുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ കേരളത്തിലുള്ളവർ മറ്റുള്ള സംസ്ഥാനങ്ങളെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുമ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിലെയും സ്ഥിതി ഒട്ടും മോശമല്ല. നമ്മുടെ കേരളത്തിലും കുട്ടികൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയുമുള്ള അതിക്രമങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ മാത്രമല്ല, കൊലപാതകവും ഈയിടെയായിട്ട് നമ്മൾ കേരളത്തിൽ വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ഇരട്ട കൊലപാതകവും അതുപോലെ തന്നെ അയൽവാസിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുക, വീട്ടിൽ കയറി ഒരു പോക്സോ അതിജീവിതയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുക തുടങ്ങി നിരവധി സംഭവങ്ങളാണ്. നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള അതിക്രൂരമായ കൊലപാതകങ്ങളാണ് കുറച്ചു കാലമായിട്ട് നമ്മുടെ കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരു 8 വയസ്സുകാരിയെ സ്കൂളിൽ വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സംഭവം കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലാണ് നടക്കുന്നത്. സർക്കാർ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ വെച്ച് 3 അജ്ഞാതർ ചേർന്നാണ് ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചിരിക്കുന്നത്. 8 വയസ്സുകാരിയാണ് ഈ ഒരു ഉപദ്രവം ഏറ്റിരിക്കുന്നത്. ജനുവരി 31-നായിരുന്നു സംഭവം നടക്കുന്നത്. 3 ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു കുട്ടിക്ക്, 8 വയസ്സ് മാത്രമുള്ള ഈ പെൺകുട്ടിക്ക് കലശമായ വയറുവേദനയും രക്തസ്രാവവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ തിരക്കിയപ്പോഴാണ് അക്രമത്തെ കുറിച്ച് കുട്ടി തുറന്നു പറഞ്ഞത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിന് പിന്നാലെ കുട്ടിയുടെ അമ്മയാണ് പോലീസിനെ വിവരം അറിയിച്ചത്. 8 വയസ്സുകാരി നിലവിൽ മാണ്ഡ്യയിലെ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീടിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന 8 വയസ്സുകാരിക്ക് ചോക്ലേറ്റ് നൽകി പ്രലോഭിപ്പിച്ചായിരുന്നു ആക്രമികൾ കൂട്ടിക്കൊണ്ടുപോയത്. അടുത്തുള്ള സ്കൂൾ കെട്ടിടത്തിലേക്ക് എത്തിച്ച് ആളൊഴിഞ്ഞ ഭാഗത്ത് വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. കത്തി കാണിച്ച് കുട്ടിയോട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നായിരുന്നു ആക്രമികൾ പറഞ്ഞത്. അതിനാൽ തന്നെ തിരിച്ച് വീട്ടിലെത്തിയ ശേഷം കുട്ടി ആക്രമണ വിവരം മറച്ചുവെക്കുകയായിരുന്നു. മാണ്ഡ്യ സെൻട്രൽ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ആക്രമണം നടന്ന സ്കൂളിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ കുട്ടി ഈ സ്കൂളിലെ വിദ്യാർത്ഥിയല്ല. എന്നിരുന്നാലും സമീപത്ത്, ഈ കുട്ടിയുടെ വീടിന് സമീപത്താണ് ഈ ഒരു സ്കൂൾ. അതുകൊണ്ടാണ് ആക്രമികൾ ഈ കുട്ടിയെ അവിടേക്ക് തട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത്. കുട്ടിയുടെ നിലവിലെ ആരോഗ്യനില ഗുരുതരമല്ല എന്നാണ് കുട്ടിയെ ചികിത്സിക്കുന്ന അധികൃതരടക്കം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മറ്റൊരു സംഭവം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതായത് കുംഭകോണത്ത് കോളേജിലെ ശുചിമുറിയിൽ ഒരു വിദ്യാർത്ഥിനി പ്രസവിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ഒളിപ്പിച്ചതിന് ശേഷം തിരികെ ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥി പക്ഷേ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രസവ വിവരം പുറത്തറിഞ്ഞത്. തുടർന്ന് വേഗം തന്നെ കോളേജിലേക്ക് തിരിച്ചെത്തി അവിടെ പരിശോധിച്ചപ്പോഴാണ് ശുചിമുറി പരിസരത്ത് നിന്ന് ഈ ഒരു കുഞ്ഞിനെ, ചോരക്കുഞ്ഞിനെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചത്. ഈ ഒരു പെൺകുട്ടിയുടെ ബന്ധുവായ 27 വയസ്സുകാരനുമായി പ്രണയത്തിലായിരുന്നെന്നും ഇയാളാണ് കുഞ്ഞിന്റെ പിതാവെന്നും വിദ്യാർത്ഥിനി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇവർ തമ്മിൽ വിവാഹിതരാകാൻ തീരുമാനിച്ചതായി പോലീസ് പറഞ്ഞു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ കുംഭകോണം വെസ്റ്റ് പോലീസിനെയും തിരുവടൈ മരുതൂർ ഓൾ വിമൻ പോലീസിനെയും നിയോഗിച്ചതായി അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതും അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഭാഗ്യത്തിന് കുട്ടിയെ വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്താൻ സാധിച്ചതുകൊണ്ടാണ് കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അറിയിച്ചിരുന്നത്. ഏതായാലും പെൺകുട്ടി ചികിത്സയിൽ തുടരുകയാണ്.